ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരിക്കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു വിഭവമാണേത്. അതിനുവേണ്ടി നമ്മളൊരു പാൻ എടുത്തു. അതിലേക്ക് അരക്കപ്പ് മൂന്നാം പാലാണ്. ഞാനിവിടെ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്ത് വെക്കണം. ആദ്യം നമ്മളൊരു അരക്കപ്പ് മൂന്നാം പാൽ എടുത്തു. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. ഇതിന് ഒത്തിരി ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിതിനെ ഒന്ന് തീ കൊടുത്ത് വേവിച്ചെടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പം തന്നെ റവ ആയതുകൊണ്ട് വേകും കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊന്ന് വെന്ത് കുറുകി കഴിയുമ്പം നമ്മൾ രണ്ടാം പാലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 1/2 ലിറ്ററോളം രണ്ടാം പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ റവയ്ക്ക് നമുക്ക് 1/2 ലിറ്ററോളം തേങ്ങാപ്പാൽ രണ്ടാം പാൽ വേണം. അതുകൊണ്ട് നമ്മൾ അത് കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കട്ട കെട്ടാതെ. ഇതിങ്ങനെ കുറുകിയിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഏലക്കാപ്പൊടി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. മധുരം നമുക്ക് ഇതിന് ഒത്തിരി മധുരമില്ല, എന്നാൽ മധുരം ഉണ്ട് താനും. പിന്നെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ മധുരം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിന് കുറച്ചൊരു ഉപ്പും കുറച്ച് മധുരമൊക്കെ ഉള്ളൊരു കഞ്ഞിയാണ്. നമ്മൾ അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കണം കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ചിട്ടൊന്ന് തിളയ്ക്കും. തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഒത്തിരി കുറുകണ്ട. നമ്മളിത് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. ചെറുതായിട്ടൊന്ന് കുറുകി കഴിയുമ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ, 1 കപ്പ് ഒന്നാം പാലുണ്ട് കേട്ടോ. 1 കപ്പ് ഒന്നാം പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒത്തിരി തിളയ്ക്കേണ്ട. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് ഒത്തിരി തിളച്ച് പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും, സൈഡൊക്കെ ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്കിതെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് താളിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഒരു 5 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണമാണ് കേട്ടോ. അത് മാറ്റി വെച്ച് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 5 ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചെറിയുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. ആ ചെറിയുള്ളിയുടെ ആ സ്മെല്ല്, നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നമ്മളിതൊന്ന് മൂപ്പിച്ച് നമ്മളതിലേക്ക് ഒഴിച്ച് റെഡിയാക്കിയിരിക്കുക. ഇത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഇടാവേ. ഞാനിവിടെ അതൊന്നും ഇടുന്നില്ല. നെയ്ക്കകത്ത് ചെറുള്ളി മൂപ്പിച്ച് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നോമ്പ് തുറക്കൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.